ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. നമുക്കിന്നൊരു പുതിയ വീഡിയോയിലേക്ക് പോകാം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു ബീഫ് റോസ്റ്റാണ്. നമുക്ക് കുക്കിങ്ങിലേക്ക് പോകാം. ഞാനിവിടെ എടുത്തിരിക്കുന്ന 1 കിലോ ബീഫ്. ഒരു കുക്കർ അടുപ്പത്ത് വെച്ചതിന് ശേഷം അത് ചൂടായി കഴിയുമ്പോൾ നമുക്കതിൻ്റെ അകത്തോട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്കതിൻ്റെ അകത്തോട്ട് 2 സബോള അരിഞ്ഞത് അതിട്ട് കൊടുക്കാം. അതവിടെ കിടന്നൊന്ന് വഴന്ന് വരട്ടെ. അതിൻ്റെ അകത്തോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. സബോള ഒന്ന് നല്ലപോലെ വഴന്ന് വരാൻ പെട്ടെന്ന് വഴന്ന് വരും. ഉപ്പിട്ട് കൊടുക്കാം. അതൊന്ന് വഴന്ന് വരട്ടെ. വഴന്നിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ അകത്തോട്ട് ചതച്ച് വെച്ചിരിക്കുന്ന ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം. ഒരു 150 ഗ്രാം ചുവന്നുള്ളി. അതിൻ്റെ അകത്തോട്ട് ഒരു വലിയ കഷ്ണം ഇഞ്ചിയും ഒരു 5-8 വെളുത്തുള്ളിയും കൂടെ ചതച്ചതാണ്. അതിട്ട് കൊടുക്കാം. അതിൻ്റെ അകത്തോട്ട് 4 വലിയ പച്ചമുളക് ചതച്ചതാണ്. അത് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഇവിടെ കിടന്ന് നല്ലപോലെ വഴന്ന് വരട്ടെ. പച്ചമുളകും വെളുത്തുള്ളി ഇഞ്ചിയും ചുവന്നുള്ളിയും സബോളയും എല്ലാം നല്ലപോലെ വഴന്നിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ അകത്തോട്ട് ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് തീ കുറച്ച് വെച്ച് അതിൻ്റെ അകത്ത് പൊടി ഇട്ട് കൊടുക്കാവേ. ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി മുളക് പൊടി, ഒരു 1.25 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മീറ്റ് മസാല, അതായത് ബീഫിൻ്റെ മസാല. അതുകൂടാതെ നമ്മളിവിടെ പൊടിച്ച ഗരം മസാല 1 ടീസ്പൂൺ, പെരിഞ്ജീരകം പൊടിച്ചത് 1/2 ടീസ്പൂൺ. ഇതെല്ലാം കൂടെ നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാവേ. അതിൻ്റെ ആ കുത്തലൊക്കെ ഒന്ന് മാറി കിട്ടണം. പൊടിയുടെ എല്ലാം പച്ചപ്പ് മാറിയിട്ടുണ്ട്. അപ്പോൾ നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട്. ഒരു കാര്യം ഞാൻ ചേർക്കാൻ മറന്നുപോയായിരുന്നേ. ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി അത് ഞാൻ ചേർത്തിട്ടുണ്ട്. അത് പറയാൻ മറന്നുപോയി. ഇനി 2 മീഡിയം സൈസ് തക്കാളി അതിൻ്റെ അകത്തിട്ട് കൊടുക്കാം. അതൊന്ന് അവിടെ കിടന്ന് ഒന്ന് വഴന്ന് വരട്ടെ. തക്കാളി എല്ലാം കിടന്ന് നല്ലപോലെ വഴന്നിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ അകത്തോട്ട് ബീഫ് ഇട്ട് കൊടുക്കാം. കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന 1 കിലോ ബീഫ്. ഈ ബീഫ് റോസ്റ്റ് വെക്കുമ്പോൾ ഇച്ചിരി നെയ്യുള്ളത് നല്ലതാണ് കേട്ടോ. ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമുക്കിത് ഇതിൻ്റെ അകത്തോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ബീഫിൻ്റെ അകത്ത് കുറച്ച് വെള്ളമുണ്ട്, അതുകൊണ്ട് ഒത്തിരി വെള്ളം വേണ്ടേ. ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലവണ്ണം ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അടച്ചു വെച്ചിട്ട് ഒരു 8 വിസിൽ വരുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. എൻ്റെ കുക്കറിന് ഒരു 8 വിസിലെങ്കിലും എങ്കിലേ ഇത് വേവുള്ളൂ. നമുക്കത് വരെ വെയിറ്റ് ചെയ്യാം. കുക്കറിൻ്റെ എയറൊക്കെ പോയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ബീഫ് റോസ്റ്റ് റെഡിയായി നോക്കാം. അങ്ങനെ നമ്മുടെ അടിപൊളി ബീഫ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് സെർവിങ് ഡിഷിലോട്ട് നമ്മുടെ ബീഫ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.